ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് US എന്നും ഒരു ജനപ്രിയ ഇടമാണ്. പലരും അവിടെ സ്ഥിരതാമസമാക്കാൻ തന്നെയാണ് എത്തുന്നത്. അതിന് ഗ്രീൻ കാർഡ് വേണം. ഒരു വ്യക്തിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിരതാമസത്തിന് അവകാശമുണ്ടെന്ന് കാണിക്കുന്ന ഒരു തിരിച്ചറിയൽ രേഖയാണ് ഗ്രീൻ കാർഡ്. ഗ്രീൻ കാർഡ് ഉടമകളെ ഔപചാരികമായി നിയമാനുസൃത സ്ഥിരതാമസക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് US പൗരത്വത്തിന് അപേക്ഷിക്കാൻ നിയമപരമായി അർഹതയുണ്ട്. നിലവിൽ ഓരോ രാജ്യത്തു നിന്നുമുള്ള ആളുകൾക്ക് ഓരോ വർഷവും എത്ര ഗ്രീൻ കാർഡുകൾ നൽകണമെന്നതിന് പരിധിയുണ്ട്. ഈ പരിധി നീക്കം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഗ്രീൻ കാർഡ് പരിധി നീക്കം ചെയ്താൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് US സ്ഥിരതാമസം ലഭിക്കുന്നത് വേഗത്തിലും എളുപ്പത്തിലും സാധ്യമാക്കും. US ഇമിഗ്രേഷൻ സംവിധാനം പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ മൊത്തത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ US സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന സംവിധാനമാണ് ഗ്രീൻ കാർഡ്. എന്നാൽ ഓരോ രാജ്യത്തു നിന്നും എത്രയാൾ അപേക്ഷിച്ചാലും ലഭ്യമാകുന്ന ഗ്രീൻ കാർഡുകളുടെ എണ്ണം 7% നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ പോലുള്ള ഉയർന്ന ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന് ഓരോ രാജ്യത്തിലുമുള്ള പരിധിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ വലിയൊരു കൂട്ടം തന്നെ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനായി കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഈ നിശ്ചയിച്ച പരിധി US സ്ഥിരതാമസമാക്കുന്നതിന് കാലതാമസം സൃഷ്ടിക്കുന്നുണ്ട്. ഗ്രീൻ കാർഡ് ലഭിക്കാൻ ഇന്ത്യൻ അപേക്ഷകർ പലപ്പോഴും 10 വർഷത്തിലധികം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. കുറച്ച് അപേക്ഷകരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സാധാരണയായി വളരെ വേഗത്തിൽ ഗ്രീൻ കാർഡുകൾ ലഭിക്കുകയും ചെയ്യും. ഗ്രീൻ കാർഡ് കാലാവധി വൈകുന്നത് വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ നിരവധി പ്രൊഫഷണലുകൾ താൽക്കാലിക വർക്ക് വിസകളിൽ നിന്ന്, അതായത് H1B വിസ പോലുള്ളവയിൽ നിന്ന് സ്ഥിരതാമസ വിസയിലേക്ക് മാറുന്നതിന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. US സമ്പദ് വ്യവസ്ഥയ്ക്ക് അവർ വളരെയധികം സംഭാവന നൽകുന്നുണ്ടെങ്കിലും നിലവിലെ നിയമങ്ങൾ അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുകയാണ്. ഈ കാലതാമസം തൊഴിലാളികളെ മാത്രമല്ല ബാധിക്കുന്നത്. വിസ നിയന്ത്രണങ്ങൾ കാരണം ചിലപ്പോൾ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരുന്ന അവരുടെ കുടുംബങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. ഗ്രീൻ കാർഡുകൾ രാജ്യമനുസരിച്ച് പരിമിതപ്പെടുത്തുന്ന നിയമം നീക്കം ചെയ്താൽ ഈ കാലതാമസങ്ങൾ കുറയ്ക്കാൻ സഹായകമാകും. ഇന്ത്യൻ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്ഥിരതാമസത്തിലേക്കുള്ള വേഗത്തിലുള്ളതും വിശ്വസനീയവുമായ വഴി ഒരുക്കുകയും ചെയ്യും. വൈറ്റ് ഹൗസിലെ ഇന്ത്യൻ അമേരിക്കൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും AI നയ ഉപദേഷ്ടാവുമായ ശ്രീരാം കൃഷ്ണൻ US ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യമനുസരിച്ച് ഗ്രീൻ കാർഡുകളിൽ പരിധി കൊണ്ടുവരണം എന്ന് പറയുന്നതിന് പകരം ഒരു വ്യക്തിയുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഡേവിഡ് സാക്സ്, എലോൺ മസ്ക് എന്നിവർക്കൊപ്പം അദ്ദേഹം വാദിക്കുന്നത്. ഗ്രീൻ കാർഡുകളിലെ കൺട്രി ക്യാപ്പ് നീക്കം ചെയ്യുന്നത് ലോകത്തെമ്പാടുമുള്ള മികച്ച പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനും USനെ സഹായിക്കുമെന്നും ഇത് സമ്പദ്വ്യവസ്ഥയെയും സാങ്കേതിക പുരോഗതിയെയും ഉത്തേജിപ്പിക്കുമെന്നുമാണ് ഇവർ പറയുന്നത്. ഇങ്ങനെയൊരു മാറ്റം സംഭവിച്ചാൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും. കൺട്രി ക്യാപ്പ് ഇല്ലാതെ ദേശീയതയെ അടിസ്ഥാനമാക്കിയല്ല, കഴിവുകളെ അടിസ്ഥാനമാക്കിയാണ് ഗ്രീൻ കാർഡ് അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രക്രിയ വളരെ വേഗത്തിലാവുകയും ഇന്ത്യൻ അപേക്ഷകരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമാവുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ കഴിവുള്ള തൊഴിലാളികളുടെ ഒരു വലിയ കൂട്ടമുണ്ട്, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയിൽ. അവർക്ക് ഗ്രീൻ കാർഡുകൾ ലഭിക്കുന്നത് എളുപ്പമാക്കുന്നത് അവർക്ക് US വലിയ സ്വാധീനം ചെലുത്താൻ സഹായിക്കും. നിരവധി ഇന്ത്യൻ പ്രൊഫഷണലുകൾ നിലവിൽ നേരിടുന്ന അനിശ്ചിതത്വം കുറയ്ക്കുകയും അവരുടെ ജീവിതവും കരിയറും ആസൂത്രണം ചെയ്യാൻ മികച്ച അവസരം നൽകുകയും ചെയ്യും. ഗ്രീൻ കാർഡ് പരിധി നീക്കം ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ ആശ്രയിക്കുന്ന US ടെക് വ്യവസായത്തിന് വളരെയധികം ഗുണം ചെയ്യും. സാങ്കേതിക പ്രതിഭകളുടെ മുൻനിര ഉൽപ്പാദകരായ ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ കൂടുതൽ വിദഗ്ധരെ US അയക്കും. ഇത് USനെ സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കാനും ആഗോള നവീകരണത്തിൽ നേതാവായി തുടരാനും സഹായിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ ഒരു മികച്ച ഉറവിടം എന്ന നിലയിലുള്ള അതിൻ്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്തും. കൂടുതൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഇന്ത്യ വിട്ടുപോയേക്കാം. ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദ്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ രാജ്യത്തിൻ്റെ പ്രാധാന്യം ഇത് കാണിക്കും. ഈ പരിഷ്കരണം USഉം ഇന്ത്യയും തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ഇരു രാജ്യങ്ങൾക്കും ദീർഘകാല നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഗ്രീൻ കാർഡ് പരിധി എടുത്തു കളയുമ്പോൾ നിരവധി ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. വിദേശ പ്രൊഫഷണലുകൾക്ക് സ്ഥിരതാമസവും US ജോലിയും എളുപ്പത്തിൽ ലഭിക്കുന്നതിനാൽ ഇത് US തൊഴിലാളികൾക്ക് ജോലി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് വിമർശകർ ആശങ്കപ്പെടുന്നുണ്ട്. തൊഴിലാളികൾ സിസ്റ്റം ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. കമ്പനികൾ കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ചേക്കാമെന്നും ഇത് US തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുമെന്നും ചിലർ ഭയപ്പെടുന്നു. കുടിയേറ്റ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ സ്വാഗതം ചെയ്യുന്നതിനും അമേരിക്കക്കാരോട് ജോലി സംരക്ഷിക്കുന്നതിനും ഇടയിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നത് ഒരു പ്രധാന
പ്രധാന വെല്ലുവിളിയാകും. US-ഉം ഇന്ത്യയും തമ്മിലുള്ള വളർന്നുവരുന്ന പങ്കാളിത്തത്തിന് ഗ്രീൻ കാർഡിന്റെ പരിധി നീക്കം ചെയ്യുന്നത് സുപ്രധാന പങ്ക് വഹിക്കും. ഇന്ത്യൻ ടെക് തൊഴിലാളികൾക്ക് ഈ മാറ്റം സ്ഥിരതാമസം നേടുന്നത് എളുപ്പത്തിലും വേഗത്തിലുമാക്കും. ഇത് US സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഫലപ്രദമായി സംഭാവന ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഈ നിർദ്ദേശം കുടിയേറ്റത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും കാരണമായേക്കാം. ഉദാഹരണത്തിന്, ആഗോള പ്രതിഭകളെ US-ലേക്ക് ആകർഷിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തെ തൊഴിലാളികളുടെ ജോലി സംരക്ഷിക്കുന്നതും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. US-ഉം ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളിലെയും വ്യവസായങ്ങളിൽ നവീകരണം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.